റിട്ടേൺ ട്രാവലേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രത്യേകതയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന്. കാരണം ഇത് ഞങ്ങളുടെ നാടാണ്, കായംകുളം പുതുപ്പള്ളി എന്ന് പറയുന്ന ഞങ്ങളുടെ ഗ്രാമത്തിലെ വീട്ടിൽ നിന്നും 500 മീറ്റർ മാത്രം ദൂരത്തിലുള്ള അതിപ്രശസ്തമായ പുരാതനമായ ഒരു ക്ഷേത്രമാണിത്, വാർണപ്പള്ളി. ഒരുപക്ഷെ ഒരുവിധപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാം. പലതരത്തിൽ ഇത് പ്രശസ്തമാണ്. നമ്മുടെ ശ്രീനാരായണ ഗുരു ഇവിടെ വന്നിരുന്നാണ് അദ്ദേഹത്തിൻ്റെ പഠനകാലത്തിൻ്റെ ഒരു ഭൂരിഭാഗം ചെലവഴിച്ചത് ഈ ക്ഷേത്രത്തിലാണ്. അദ്ദേഹം താമസിച്ചിരുന്ന വീടാണ് അതിനോട് ചേർന്ന് തന്നെ കാണുന്നത്. ഈ വീടിന് അതിലേറെ പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കായംകുളം എങ്ങനെയാണ് ഫേമസ്. കായംകുളം കൊച്ചുണ്ണിയുടെ പേരിൽ. ഉള്ളവന്റെ കയ്യിൽ നിന്നും ധനങ്ങൾ തട്ടിപ്പറിച്ച് ഇല്ലാത്തവന് കൊടുത്തിരുകുളം കൊച്ചുണ്ണി. ആ കായംകുളം കൊച്ചുണ്ണി അന്നത്തെ കാലഘട്ടത്ത് ഇവിടെ വരികയും ഈ തറവാട്ടിലെ കാരണവരോട് ഒരു പന്തയം വെക്കുകയും ചെയ്തു. ആ കാരണവരും കൊച്ചുണ്ണിയുമായുള്ള ഒരു പന്തയത്തിന്റെ സ്റ്റോറി അത് ആരംഭിക്കുന്നത് തന്നെ ഈ വീട്ടിൽ നിന്നാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ കാണാം. കായംകുളത്തു നിന്നും ഏകദേശം 3 കിലോമീറ്റർ ദൂരത്തിലായി തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന 400 വർഷത്തിലേറെ പഴക്കമുള്ള അതിപ്രശസ്തമായ പുരാതനമായ ക്ഷേത്രമാണ് വാരണപ്പള്ളി. കായംകുളം രാജാവിന്റെ പടത്തലവന്മാരായിരുന്ന ലോകനാഥ ചേകവരും പതിനാഥ ചേകവരുടെയും തറവാടാണ് വാരണപ്പള്ളി തറവാട്. തറവാടിനോട് ചേർന്ന് പുരാതനമായ ഒരു ശിവക്ഷേത്രവുമുണ്ട്. ശ്രീനാരായണ ഗുരുദേവന്റെ പാദങ്ങൾ പതിഞ്ഞ മണ്ണാണിത്. അദ്ദേഹത്തിന്റെ ഗുരുവായ ശ്രീ കുമ്മമ്പള്ളി രാമപിള്ള ആശാനിൽ നിന്ന് സംസ്കൃത പഠനത്തിന് നടത്തിയത് ഇവിടെ താമസിച്ചിട്ടായിരുന്നു. അദ്ദേഹത്തിന് ശ്രീകൃഷ്ണ ദർശനം കിട്ടിയെന്ന് കരുതപ്പെടുന്ന സ്ഥലത്താണ് ഈ മന്ദിരം ഇപ്പോൾ നിലകൊള്ളുന്നത്. ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ പൗരാണിക തച്ചശാസ്ത്ര പ്രകാരം നിർമ്മിച്ച അഷ്ടകോണുകളിലുള്ള ആദ്യത്തെ ഗുരുമന്ദിരമാണിത്. യേശുക്രിസ്തുവിന്റെയും നബിയുടെയും തുടങ്ങി എല്ലാ പ്രവാചകന്മാരുടെയും ആപ്തവാക്യങ്ങൾ ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിന് ഇടതുവശത്തായിട്ടാണ് പ്രശസ്തമായ വാരണപ്പള്ളി തറവാട്. നമ്മുടെ ഐതിഹ്യങ്ങളിൽ കായംകുളം കൊച്ചുണ്ണിയുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു തറവാടാണിത്. സമൂഹ പുരോഗതിക്കായി എന്നും നിലനിൽക്കുന്നവരാണ് വാരണപ്പള്ളി തറവാട്ടുകാർ. ശ്രീ പത്തിനാഥ പണിക്കർ കാരണവരായിരുന്ന സമയം വീടിനോട് ചേർന്നുള്ള ധാന്യപ്പരയുടെ താഴിന്റെ പണി നടക്കുകയായിരുന്നു. അതുവഴി കടന്നുപോയ കായംകുളം കൊച്ചുണ്ണി ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. തന്നെ പോലെയുള്ള കള്ളന്മാരെ ഭയന്നിട്ടാണ് ഇത്രയും വലിയ താഴ് വെക്കുന്നതെന്ന് ഹാസ്യരൂപേണ കാരണവർ കൊച്ചുണ്ണിയോട് പറയുകയും ചെയ്തു. എത്ര വലിയ താഴായാലും ഞാൻ അത് തുറക്കും എന്ന് കാരണവരോട് കൊച്ചുണ്ണിയും പറഞ്ഞു. എങ്കിൽ താനൊന്ന് ശ്രമിക്കടോ എന്ന് കാരണവർ കൊച്ചുണ്ണിയെ വെല്ലുവിളിക്കുകയും ചെയ്തു. പൂട്ടിന്റെ സാക്ഷ വരുന്ന ഭാഗത്ത് ചുണ്ണാമ്പ് കൊണ്ട് ഒരു അടയാളം ഉണ്ടാക്കി വെച്ചിട്ട് കൊച്ചുണ്ണി അന്ന് മടങ്ങി. ശേഷം രാത്രിയിൽ തിരികെ എത്തി കമ്പി പഴിപ്പിച്ച് ഒരു തുളയുണ്ടാക്കി കതക് തുറന്നുവെന്നും അവിടുന്ന് ധാന്യങ്ങൾ മോഷ്ടിച്ചു എന്നുമാണ് ഐതിഹ്യം. ഇത് 2 തരത്തിൽ പറയപ്പെടുന്നുണ്ട്. കൊച്ചുണ്ണി മോഷ്ടിക്കുന്നത് ബുദ്ധിമാനായ കാരണവർ കണ്ടുപിടിച്ചെന്നും ഒരു തരത്തിൽ പറയുന്നുണ്ട്. എന്തായിരുന്നാലും പിറ്റേ ദിവസം ഇതിന്റെ മുൻഭാഗത്തായി ഗോക്കൾക്ക് ഇരുവശത്തേക്കും നിൽക്കാൻ പറ്റത്തക്ക രീതിയിൽ പണിയൊഴിപ്പിച്ച അതിമനോഹരമായ ഒരു ഗോശാലയുണ്ട്. പത്തൊമ്പതാം നൂറ്റാണ്ട് സിനിമയ്ക്ക് ആധാരമായ ശ്രീ ആയുധകലകളിൽ അഗ്രഗണ്യനായിരുന്ന ശ്രീ പതിനാഥ ചേകവരെ പടവെട്ടും പതിനാഥ ചേകവർ എന്ന സ്ഥാനപ്പേര് രാജാവ് നൽകി. അദ്ദേഹത്തിന്റെ മരണശേഷം ക്ഷേത്രത്തിന്റെ ഒരു ഭാഗത്തായി യോഗീശ്വരനായി
കുടിയിരുത്തിയിട്ടുണ്ട്. 400 വർഷത്തിലേറെ പഴക്കമുള്ള പല വൃക്ഷങ്ങളും നമുക്ക് ഈ ക്ഷേത്രാങ്കണത്തിൽ കാണാം. ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ശ്രീനാരായണ ഗുരു താമസിച്ച വീടിന് പുറകുവശം ക്ഷേത്രക്കുളമുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഏക്കർ കണക്കിന് നീണ്ടു നിവർന്നു കിടക്കുന്ന പാടശേഖരങ്ങളും നമുക്ക് കാണാം. ശരിക്കും പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയ ഏതോ ഒരു മായിക ലോകത്തെത്തിപ്പെട്ട അനുഭവമാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചില വൃക്ഷങ്ങൾ കടപുഴകി വീണെങ്കിലും ശേഷിക്കുന്ന മുത്തശ്ശി മാവുകൾ തല ഉയർത്തി നിൽക്കുന്നത് നമുക്കിവിടെ കാണാം. ഈ കൊടും ചൂടിലും മനസ്സിനും ശരീരത്തിനും കുളിർമയേകുന്ന നിരവധി കാഴ്ചകളും അനുഭവങ്ങളുമാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ക്ഷേത്രത്തിന് വെളിയിൽ ഇടതുഭാഗത്തായി ശ്രീനാരായണ തീർത്ഥം എന്ന പേരിൽ ശ്രീനാരായണ ഗുരു കുളിക്കാൻ ഉപയോഗിച്ചിരുന്ന കുളം നവീകരിച്ചു വച്ചിട്ടുണ്ട്. വാർണപ്പള്ളി കുടുംബത്തിലെ 6 ശാഖകളിൽ നിന്നുള്ള ഭരണസമിതിയാണ് ഇന്ന് ക്ഷേത്രത്തിന്റെ ഭരണം നിർവഹിക്കുന്നതും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നതും. ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് റോഡിന്റെ എതിർവശത്ത് നമുക്ക് 2 വലിയ ആൽമരങ്ങൾ കാണാം. അതിന്റെ മധ്യഭാഗത്തായിട്ടാണ് ആ പഴയ കളരിയെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദേവസ്ഥാനമുള്ളത്. ഈ ക്ഷേത്രമുറ്റത്ത് കാലുമുട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എനർജി അനിർവചനീയമാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം.